മറ്റൊരു സൂപ്പർ ഹിറ്റ് പടമാണ് ഹൗ ഓൾഡ് ആർ യു. അപ്പൊ അതിന്റെ ഒരു നിർണായകമായ സ്ഥാനത്ത് ചേട്ടാ അവതരിച്ചു. അതെ, ഹൗ ഓൾഡ് ആർ യു ചോദിച്ചുകൊണ്ട് അല്ലേ? അതെ, ഹൗ ഓൾഡ് ആർ യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ജു വാര്യർ രണ്ടാമത്തെ റീ എൻട്രിയുടെ സമയമാണ്. അതിൽ എൻ്റെ അടുത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞത് അതിൽ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുന്നത് ഞാൻ, ആ പടത്തിൻ്റെ ടൈറ്റിൽ ചോദിക്കുന്നത് ഞാൻ. പുള്ളി ഒരു ബാങ്ക് മാനേജറായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ വന്നിരിക്കുമ്പോൾ തലേദിവസം എന്തൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൗ ഓൾഡ് ആർ എന്ന ആ ടൈറ്റിൽ സിനിമയ്ക്ക് പറയുന്നു ഞാൻ. ആ ഒരു ഹിറ്റ് ചിത്രത്തിൻ്റെ അറിയാതെ സംഭവിച്ചതായിരിക്കാം, പക്ഷെ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെയാണ് പറഞ്ഞത്. ഈ ടൈറ്റിൽ പറയുന്ന പ്രേംജിത്താണ്. അപ്പോൾ അതുകൊണ്ട് ആ പടം ഹിറ്റായപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ പടത്തിൻ്റെ പേര് സിനിമയിൽ പറഞ്ഞ ഞാനല്ലേ, അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഹിറ്റ് പടങ്ങളുടെ എല്ലാം ഒരു ചെറിയൊരു ഭാഗത്തെങ്കിലും നമ്മുടെ ഒരു കയ്യൊപ്പുണ്ട്. അതൊരു വലിയ ഭാഗ്യമല്ലേ? പിന്നെ അത് ഹിറ്റ് ചിത്രങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് കിങ് ചെയ്തു, ഹൗ ഓൾഡ് ആർ ചെയ്തു, പിന്നെ ട്രാഫിക് ചെയ്തു, അയാളും ഞാനും തമ്മിൽ ചെയ്തു, ട്രാഫിക് ചെയ്തു. ട്രാഫിക്കൊക്കെ എന്ന് പറയുന്നത് അറിയാമല്ലോ, ട്രാഫിക് എന്ന് പറയുന്നത് സിനിമ യഥാർത്ഥത്തിൽ എൻ്റെ ഓൺലൈൻ കേട്ടാൽ നമ്മൾ ഈ പടം വിജയിക്കാൻ വളരെ സാധ്യത കുറവുള്ള ചിത്രമാണ് അല്ലേ. ഒരു ആർട്ട് കൊണ്ട് പോകുന്ന ഒരു ഡോക്യു ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കഥ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ ഒക്കത്തില്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണല്ലോ തമിഴിൽ അത് വലിയ വിജയം നേടിയില്ല. കാര്യം അത് രാജേഷ് പിള്ള എന്ന് പറയുന്ന സംവിധായകൻ്റെ മിടുക്ക് തന്നെയാണ്. ആ ഒരു കഥയെ കൊണ്ട് നമ്മളെ മനസ്സിൽ കൊണ്ട് ഇറക്കുക എന്ന് വെച്ചാൽ നമുക്കത് കഥ ഇറങ്ങണം, നമ്മുടെ മനസ്സിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു ഇല്ലേ, അതൊരു ഡോക്യു ഫിക്ഷനായിട്ട് പോകേണ്ട ഒരു സബ്ജക്റ്റ്, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, അത്രേ ഉള്ളൂ. ഒരു ഒറ്റ ഒന്നുമില്ല. അതിനെ ഇത്രയും നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു കഥയായിട്ട് എടുത്ത് കൊണ്ടുവരിക എന്ന് വെച്ചാൽ അതിൻ്റെ നിർണായക കുറേ മുഹൂർത്തങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലാതെ കഥ കേട്ടപ്പോൾ എന്തോ ചേട്ടൻ്റെ മനസ്സിൽ തോന്നി ഇത് പോന്ന് വിചാരിച്ചു? കേൾക്കുമ്പോൾ എനിക്ക് വിജയിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സൂപ്പർ ഹിറ്റ് ആവും, മലയാള സിനിമയുടെ ഒരു പാത്ത് ബ്രേക്കിംഗ് മൂവി ആവുമെന്നോ അല്ലെങ്കിൽ അത് ഭയങ്കര ചരിത്രമാകുമെന്നോ ഒരിക്കലും. ഇപ്പം ഓരോരോ ഞാൻ ടി വിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഹെലികോപ്റ്ററിലെ ഹാർട്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത് അതിന് തുടക്കം കുറിച്ച ഈ ട്രാഫിക് എന്നുള്ള സിനിമയ്ക്ക് ശേഷമാണ് ഇതൊക്കെ ഒരു അല്ലേ ജനഹൃദയങ്ങൾ ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു അല്ലേ അങ്ങനെ അതിൽ സംഭവിച്ചത്. അതിനുശേഷമാണ് ഇത്രയും നല്ല ഒരു നല്ല ഈ മീഡിയ എന്ന് പറയുന്നത് വളരെയധികം പബ്ലിസിറ്റി, വളരെയധികം നമുക്ക് മനുഷ്യർക്ക് മനസ്സിൽ എത്താൻ പറ്റിയൊരു മേഖല തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രാഫിക് പോലത്തെ സിനിമ അതിന് വില കൽപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അത് കാണിച്ചപ്പോൾ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതിന് തെളിവാണ് ഇപ്പോൾ അടുത്ത ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു മാസത്തിന് മുണ്ടായിരുന്നല്ലോ ഒരു ഹാർട്ട് കൊണ്ട് ഹെലികോപ്റ്ററിൽ പോയ സീൻ, അതൊക്കെ കണ്ടത് അതുകൊണ്ടാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇത്രയും ജനഹൃദയങ്ങളുടെ അത് എത്തൂല്ലായിരുന്നു. അല്ല, ഇത് അതൊരു പ്രചോദനമായി എല്ലാവർക്കും ഒരുപാട് നല്ല പ്രചോദനമാണ്. അത് ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ ഇതേപോലെ ധന്യരമയ തിയേറ്ററിൽ പടം കണ്ടപ്പോൾ ആളില്ലല്ലോ, അല്ല ഫുള്ളായിരുന്നു, ഹൗസ് ഫുള്ളായിരുന്നു. എണീറ്റിൽ നിന്ന് ക്ലാപ്സ് അടിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഇരുന്ന് കൈയടിക്കുക അല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഏച്ചു പോകും. അങ്ങനത്തെ ആൾക്കാരാണ് മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ അംഗീകരിക്കുക എന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഗംഭീരമായി അല്ലേ. ക്ലൈമാക്സിൽ ആൾക്കാർ എണീറ്റിൽ നിന്ന് കൈയടിക്കുന്നതിന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെ 2 പടം ഉണ്ടായി. ഒന്ന് കിങ്ങിൽ ഇതേപോലെ കിങ്ങിൻ്റെ ഷോയ്ക്ക് എന്നുള്ള ഡയറക്ടർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അവർ അന്ന് കംപ്ലീറ്റ് പുഷ്പവൃഷ്ടിയായിരുന്നു, മൊത്തം കംപ്ലീറ്റ്. അതിനും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ഈ ഫസ്റ്റ് ഡേ അന്ന് ധന്യരമയ തിയേറ്ററിൽ കാണിച്ചപ്പോൾ എല്ലാവരും എണീറ്റിൽ നിന്ന് കൈയടിച്ച് ചെയ്തപ്പോൾ അത് മറക്കാൻ പറ്റാത്തൊരു മുഹൂർത്തമായിട്ട് മാറി. ഈ സംവിധായകൻ രാജേഷ് പിള്ളയുടെ വിയോഗം വല്ലാത്തൊരു വിടവ് സൃഷ്ടിച്ച് അഭിനേതാവ് എന്ന രീതിയിൽ അല്ലേ, ഒരുപാട് വേഷങ്ങൾ കിട്ടിയാണ്. തീർച്ചയായും രാജേഷിൻ്റെ ട്രാഫിക് ചെയ്തു, രണ്ടാമത് മിലിയിൽ ചെയ്തു. മിലിയിൽ ഒരു വലിയ വേഷമൊന്നുമില്ലായിരുന്നു, ഒരു പ്രിൻസിപ്പാളിൻ്റെ വേഷം, അത് ഞാൻ ചെയ്തു. മൂന്നാമത് വേട്ടിൽ എനിക്കൊരു വേഷം പറഞ്ഞു, അത് ചെറിയ വേഷമുണ്ട്. ഞാൻ പറഞ്ഞു രാജേഷ് ചെറിയ വേഷമാണ്, ഞാൻ ചെയ്യുന്നില്ല, ഞാനായിട്ട് മാറിയതാണ്. എനിക്കത് ഭയങ്കര വിഷമം ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, ചെയ്യാൻ അങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു വിചാരിക്കുന്നു. അത്രമാത്രം എനിക്ക് രാജേഷ് പിള്ളയുടെ വിയോഗം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം നഷ്ടം തന്നെയാണ്, അത് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ നമ്മൾ എത്ര സുഹൃത്തുക്കളായിരുന്നു? സുഹൃത്ത് എനിക്ക് പെട്ടെന്ന് വന്ന എൻ്റെ ജീവിതത്തിൽ വന്നൊരു എന്താ പറയുക ഒരു നിമിത്തം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വന്നൊരു സുഹൃത്താണ് രാജേഷ് പിള്ള. അങ്ങനെ നമ്മളെ പെട്ടെന്ന് ഞാൻ അടുക്കുകയും രാജേഷ് പിള്ള അങ്ങനെ വർഷങ്ങൾ നമ്മൾ എന്താ പറയുക അതൊരു എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയാം. രാജേഷ് പിള്ളയുടെ അടുപ്പം വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. പിന്നെ രാജേഷ് പിള്ള എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ട്രാഫിക്, ഇപ്പോൾ എനിക്കൊരു 10 സിനിമ പറഞ്ഞ ട്രാഫിക്കിൻ്റെ പേര് പറയാം. ട്രാഫിക്കിൽ അറിയപ്പെടുന്നത് രാജേഷ് പിള്ള, അതൊരു എൻ്റെ ജീവിതത്തിലൊരു നിമിത്തമല്ലേ അതല്ലേ. രാജേഷ് പിള്ളയുടെ മരണം എന്ന് പറയുന്നത് രാജേഷ് പിള്ള കാരണം എനിക്ക് എത്ര സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി. അതൊക്കെ എല്ലാം രാജേഷ് പിള്ള കാരണമാണ്. രാജേഷ് പിള്ളയുടെ മരണം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അടുത്ത രാജേഷ് പിള്ളയുടെ സുഹൃത്തുക്കൾ എൻ്റെ ഒരു മകൻ്റെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ രാജേഷ് പിള്ളയുടെ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു. അപ്പോഴും നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഈ ട്രാഫിക് പോലൊരു പടം ചെയ്യാൻ പകരം ഒക്കെ ഒരു സംവിധാനം വേറെ ഇല്ലാതാനും അല്ലേ, അദ്ദേഹത്തിന് മനസ്സിൽ കാഴ്ചപ്പെടല്ലേ പടം അല്ലേ. രാജേഷ് പിള്ളയുടെ അത് എനിക്കത്
ട്രാഫിക്കിന് വേണ്ടി എന്താ പറയുക പുള്ളിയുടെ മനസ്സിലായിരുന്നു. അപ്പോൾ രാജേഷ് പിള്ള അതിൽ വേറൊരു ഒരു സീനിനെ കുറിച്ച് പറയാം. അതിൽ ഈ കാറ് ചേസ് ചെയ്ത് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ വളരെ ഒരു വിജനമായ രീതിയിൽ പോകുന്ന സമയത്ത് അത് എൻ്റെ കുറേ ലൊക്കേഷൻസ് നോക്കിയിട്ട് പുള്ളിക്ക് ഓക്കെ ആവുന്നില്ല. രാജേഷ് പിള്ള കുറേ നാളൊക്കെ പടമില്ലാതിരുന്നിട്ട് പിന്നെ കിട്ടിയൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ പലരും പറഞ്ഞു ഇത് പുള്ളിക്ക് എങ്ങനെ കോംപ്രമൈസ് ചെയ്യൂടാ, അത് അങ്ങനെയാണ് ഇങ്ങനെ ചെയ്താൽ പോരെ, അതിന് വല്ല ബലം പിടിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ എനിക്കും തോന്നി അവർ അങ്ങനെയെങ്കിലും ചെയ്ത് പടം ഇറക്കാനല്ലേ നോക്കേണ്ടത്. പക്ഷേ പുള്ളി ഇപ്പം നമ്മൾ കാണും പോലെ വളരെ വിജയമായി വരുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് പുള്ളിയുടെ മനസ്സിൽ കണ്ട അതാണ് ആ ഷോട്ടാണ് ഇപ്പോൾ പടത്തിൽ കിടക്കുന്നത്. പടം അത് ഭയങ്കര വിജയത്തിനൊരു ഭാഗമാണ് ആ ഒരു ഷോട്ട്. ആ ഷോട്ട് പുള്ളി മനസ്സിൽ കണ്ട ഷോട്ടാണ് ഇപ്പോൾ സിനിമയിൽ കിടക്കുന്നത്. അത് പടം വിജയിച്ചോണ്ട് കുഴപ്പമില്ല, തോറ്റിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി. അല്ല, അത് കോംപ്രമൈസ് സിനിമയ്ക്ക് പറ്റുന്ന കുഴപ്പമാണ്. നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യാം, കോംപ്രമൈസ് ചെയ്ത് എനിക്ക് കയറാം. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് പോയാൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ശരി തന്നെ. എന്നാൽ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കോംപ്രമൈസ് കുറേ നാൾ ചെയ്തില്ലേ, നോക്കാം എങ്ങനെ വരും നോക്കാം. അല്ല, അങ്ങനെയുള്ള ഈ പറയുന്നത് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന മനസ്സിലാണെങ്കിൽ ഒരു വേഷം ഇപ്പോൾ ഏതാ നിൽക്കുന്നത്? ഇപ്പം ഞാൻ ചോദിക്കുന്നത് സംതൃപ്തി നൽകിയ ഒരു വേഷം ഏതായിരിക്കും? നൽകിയ വേഷം രാജേഷ് പിള്ള തന്ന വേഷം എനിക്ക് ഭയങ്കര സംതൃപ്തി നൽകിയ വേഷമാണ്. പിന്നെ കിങ്ങിലെ വേഷം എനിക്ക് സംതൃപ്തി നൽകിയ വേഷമാണ്. അങ്ങനെ വളരെ 2-3 വേഷം. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എന്നൊരു ചെറിയൊരു പടം ചെയ്തു. അത് നല്ലൊരു പടമായിരുന്നു. അത് ഞാനും ഗീതാ വിജയനെ പ്രധാന വേഷം ചെയ്തു. അത് വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ല, പക്ഷേ വളരെയധികം പ്രശംസ കിട്ടിയൊരു വേഷം തന്നെയാണ്. അതൊരു ഓഫ് ബീറ്റ് മൂവിയുടെ കാറ്റഗറി വരുന്നൊരു സാധനമാണ്. ഈ വേഷം തേടി വരുമ്പോഴത്തേക്ക് ഇന്ന സംഭവം വേണം അങ്ങനെയുള്ള ഒരു നിബന്ധന ഉണ്ടോ? അതോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടേ? വെറുതെ ഒരു ഫാഷൻ ഷോ ഒക്കെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ചെയ്ത് നമ്മൾ ഒരു വേണ്ടാന്നൊരു മനസ്സ് തന്നെ പറയുമല്ലോ നമുക്കിത്. അതുകൊണ്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് പെട്ടെന്നേ ഉള്ളൂ. എങ്കിലും സീരിയലുകാരൊക്കെ ഒരുപാട് ശല്യപ്പെടുത്താറില്ലേ, വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സീരിയൽ ധാരാളം വേഷങ്ങൾ വരാറുണ്ട്. ഇതുവരെ നമ്മൾ കുറേ വേഷങ്ങൾ വന്നു. എല്ലാ വേഷങ്ങൾക്കും എന്തെങ്കിലും കാരണം പറഞ്ഞ് പതുക്കെ മാറി നിൽക്കുക. വേറെ ഒന്നും കൊണ്ടല്ല. അതിൽ ചെന്ന് കമ്മിറ്റ് ചെയ്താൽ നമ്മളൊരു ആത്മാർത്ഥത വേണം. ഏത് വർക്കാണെങ്കിൽ പോലും നമുക്കൊരു ആത്മാർത്ഥത ഇല്ലെങ്കിൽ വർക്ക്, ഇപ്പോൾ നമ്മൾ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും അഭിനയത്തിന് യാതൊരുവിധ കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല. നമ്മൾ സീരിയലാണെങ്കിൽ കുറച്ച് അത്രയും അഭിനയം വേണ്ട, എക്സ്പ്രഷൻ അത് കുറയ്ക്കാം, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കാറില്ല. നമ്മൾ കറക്റ്റ് 100% നമുക്കത് നന്നാക്കണം, ആ സീൻ നന്നാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളൂ.